ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ഗിയർ വയറാണ് കേട്ടോ. ഗിയർ വയറിൻ്റെ ഒരു എയറിംഗ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. കമ്മലിന് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് ഗിയർ വയർ കട്ട് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ ചെറിയ കമ്മലുകളാണ് ഇടുന്നതെങ്കിൽ ഗിയർ വയർ കുറച്ച് മതിയാവും. വലുതാണെങ്കിൽ ലെങ്ത്ത് കൂടുന്ന അനുസരിച്ചിട്ട് കുറച്ച് ലെങ്ത്തായിട്ട് ഗിയർ വയർ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം ലെങ്ത്തിലായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നടുക്കൊരു ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മുത്തുകൾ വയ്ക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചാംസ്, ഇത് ബ്രേസ്ലെറ്റിന് ഞാൻ വാങ്ങിയ ചാമാണ് കേട്ടോ, അതുപോലത്തെ ചാംസ് വെച്ച് കൊടുക്കാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇതുപോലെ മിഡിലിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഗിയർ ലോക്ക് വെച്ചിട്ട് വേണമെങ്കിലും ടൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്, അതാ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാര്യം ഗിയർ ലോക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെയും കൂടെ ഇതിൽ വരുമല്ലോ, ആ ഒരു എന്താ പറയുക, ആ ഡിസൈന് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഗ്ലൂ വെച്ചിട്ട് വയ്ക്കുന്നത്. ഇതും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ, പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകത്തില്ല. താഴെ പേളിൻ്റെ 2 ബീഡ്സും കൂടെ വെച്ച് കൊടുത്ത് ഇയർ ഹുക്കും കൂടെ ഇട്ട് കഴിയുമ്പോൾ സംഭവം റെഡിയായി. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊറിയൻ സ്റ്റൈലിലുള്ള കമ്മൽ പോലെയില്ലേ, പക്ഷേ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സാധനം കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടാതെ പോവല്ലേ. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും ബീഡഡ് ബാഗ്സ് കാണാൻ ഇഷ്ടമുണ്ടോ? കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ബീഡഡ് ബാഗിൻ്റെ ഒരു കീ ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിയേച്ചർ വെർഷനാണേ. കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കുക കേട്ടോ. താങ്ക് യു ഓൾ.